എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇന്ന് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയായിരിക്കും. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിട്ടുള്ള കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ആക്ച്വലി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എക്സാം ഒരു ആവറേജ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഈസിയുള്ള പരീക്ഷ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 essay നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഫീച്ചേഴ്സ്, ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്. അത് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 2 മാർക്കിൻ്റെ ഒട്ടുമിക്ക ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ അവസാനമിട്ട വീഡിയോ മാത്രം കണ്ടു പോകരുതെന്ന് ഇന്നലെ പോലും ഞാൻ ടെലഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ബാങ്കും മോറൽ സോഷ്യനും അതുപോലെ തന്നെ ബാങ്കിൻ്റെ കസ്റ്റമർ ആരാണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതൊന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പോലും RBIയുടെ ഫങ്ഷൻസും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സും ഒന്നും ചോദിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രയാസകരമായി തോന്നിയത്. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. ഞാൻ വളരെ ഷോർട്ടാക്കി ബാങ്കിങ്ങിൻ്റെ വീഡിയോസും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വീഡിയോയും ഇൻഷുറൻസിൻ്റെ വീഡിയോയും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തവർക്ക് നല്ല എളുപ്പത്തിൽ ഇന്നത്തെ പരീക്ഷ എഴുതാൻ പറ്റുമായിരുന്നു. അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, നാളത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസും കാണുക. ഈ ഒരു വീഡിയോ മാത്രം കണ്ടു പോവാതെ എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അത് പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോർട്ട് നോട്ട് ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക. 5 മൊഡ്യൂളിൻ്റെ ഷോർട്ട് നോട്ടും essay ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ഷോർട്ട് നോട്ടും ടെലഗ്രാം ചാനലിൽ കൊടുക്കാറുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ നിങ്ങൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ എക്സാം ഈസി ആയപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഒരു പരീക്ഷ ടഫ് ആവുമ്പോൾ ഇതേ കുട്ടികൾ നെഗറ്റീവ് കമൻറ്റ് വിടും. കാരണം അതൊരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ ഒരിക്കലും അതിൽ കുറ്റം പറയില്ല. കാരണം നിങ്ങൾ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ പ്രയാസകരമാകുമ്പോൾ നിങ്ങളെക്കാളേറെ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ പോലും ടെലഗ്രാം ചാനലിലും കൂടെ ഞാനൊരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ മാത്രം കണ്ടു പോവാതെ എല്ലാ വീഡിയോയും കാണണം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ മാക്സിമം നോട്ടും ഞാൻ ഷെയർ ചെയ്തിരുന്നു. പോയത് പോട്ടെ, നിങ്ങളെല്ലാവരും പാസ്സാവും, ഡോണ്ട് വറി. എനിക്കറിയാം നിങ്ങൾ അത്യാവശ്യം ബാങ്കിങ് എഴുതിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മുഴുവൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ കോസ്റ്റ്. ടോട്ടൽ എക്സ്പെൻസ് ഇൻക്വേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ്. എന്താണ് കോസ്റ്റ്? ടോട്ടൽ എക്സ്പെൻസ് ഇൻക്വേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിൽ വരുന്ന മൊത്തത്തിലുള്ള എക്സ്പെൻസസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്വേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ്. ഇനി അതാരും മറക്കരുത്, ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്വേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ, അത്രയും ഓർത്താൽ മതി. Total expenses incurred on the production and sale of product is called cost. അടുത്തതാണ് കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ടോട്ടൽ കോസ്റ്റ് ഈസ് കോൾഡ് കോസ്റ്റിംഗ്. അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ടു കാൽക്കുലേറ്റിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ടോട്ടൽ കോസ്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഓൾറെഡി കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. അതിൽ ആകെ അക്കൗണ്ടിങ് എന്നൊരു വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആയി. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ടു കാൽക്കുലേറ്റിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ടോട്ടൽ കോസ്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് അനലൈസിങ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡ്യൂസിംഗ് ഗുഡ്സ്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിനെ അനലൈസ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടൻസി റെഫേഴ്സ് ടു ദി process of analyzing, recording and reporting the cost associated with producing goods. അടുത്തതാണ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ the unit cost is the price incurred by the company to produce, store
ആൻഡ് സെൽ 1 യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. കോസ്റ്റ് യൂണിറ്റും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്വേർഡ് ബൈ എ കമ്പനി ടു പ്രൊഡ്യൂസ്, സ്റ്റോർ ആൻഡ് സെൽ 1 യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പ്രത്യേക പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതിനും സെല്ല് ചെയ്യുന്നതിനും കമ്പനിക്ക് വരുന്ന പ്രൈസിനെയാണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് മറക്കരുത്. അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതിനും ഒരൊറ്റ പ്രോഡക്റ്റിന് വരുന്ന ഒരു യൂണിറ്റിന് വരുന്ന ആ ഒരു പ്രൈസ്. അടുത്തതാണ് കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഫോർ വിച്ച് ദ സെപ്പറേറ്റ് കോസ്റ്റ് കളക്ഷൻ ഈസ് അറ്റംപ്റ്റഡ്. അപ്പോൾ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു സബ് യൂണിറ്റ് ആണ്. അടുത്തതാണ് പ്രോഫിറ്റ് സെന്റർ. പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിസിനസ് യൂണിറ്റ് ഓർ സെഗ്മെന്റ് ദാറ്റ് ജനറേറ്റ് റവന്യൂസ് ആൻഡ് ഇൻക്രീസ് കോസ്റ്റ്. പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊരു ബിസിനസ് യൂണിറ്റ് ആണ്, അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്ന് ഓർത്തു വെക്കുക. അത് രണ്ട് കാര്യം ഓർത്തു വെക്കുക. പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് യൂണിറ്റ് ആണ്, അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. അടുത്തതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓർ സ്പെസിഫിക് പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. കോസ്റ്റ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത കോസ്റ്റിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. അടുത്തതാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കോസ്റ്റ് ദാറ്റ് റിമെയിൻസ് സെയിം ഈവൺ ഇഫ് പ്രൊഡക്ഷൻ വോളിയം ഈസ് ചേഞ്ച് ഈസ് കോൾഡ് ഫിക്സഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ വോളിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ആ ഒരു കോസ്റ്റ് സെയിം ആവുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി. പ്രൊഡക്ഷൻ വോളിയം ചേഞ്ച് ചെയ്താലും കോസ്റ്റ് സെയിം ആണെങ്കിൽ അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നു. പ്രൊഡക്ഷൻ വോളിയം ചേഞ്ച് ആകുമ്പോൾ കോസ്റ്റ് ചേഞ്ച് ആകുന്നതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. കോസ്റ്റ് ദാറ്റ് റിമെയിൻ ചേഞ്ച് ഈവൺ ഇഫ് പ്രൊഡക്ഷൻ വോളിയം ഈസ് ചേഞ്ചസ് ഈസ് കോൾഡ് വേരിയബിൾ കോസ്റ്റ്. അടുത്തതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. പകുതി ഫിക്സഡും പകുതി വേരിയബിളുമായിട്ടുള്ള കോസ്റ്റിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. അടുത്തതാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ട്രേസബിൾ ടു ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പീരീഡ് കോസ്റ്റ്. ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻക്വേർഡ് ഫോർ എ പീരീഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻക്വേർഡ് ഫോർ എ പീരീഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ട്രീറ്റ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് മീൻസ് കോസ്റ്റ് വിച്ച് വാസ് ഇൻക്വേർഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് നോട്ട് റിലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. സങ്ക് കോസ്റ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് പാസ്റ്റിൽ ഇൻക്വയർ ചെയ്തിട്ടുള്ള, കഴിഞ്ഞു പോയ കാലത്തിൽ ഇൻക്വയർ ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് സങ്ക് കോസ്റ്റ് എന്ന്. സങ്ക് കോസ്റ്റ് മീൻസ് കോസ്റ്റ് വിച്ച് വാസ് ഇൻക്വയർഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് നോട്ട് റിലവൻറ്റ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ്. എന്നാൽ അത് ഡിസിഷൻ മേക്കിങ്ങിന് എന്തല്ല, റിലവൻറ്റും അല്ല. അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് കോസ്റ്റ് ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ ഒരൊറ്റ ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് കോസ്റ്റ്. അടുത്തതാണ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഫോർ സ്പെസിഫിക് ജോബ്. ഒരു സ്പെസിഫിക് ജോബുമായിട്ട് ബന്ധപ്പെട്ട
കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഫോർ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്. തുടർച്ചയായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റിംഗിന്റെ മെത്തേഡിനെയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സർവീസസ്. ഒരു സർവീസ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ അനലൈസ് ചെയ്യുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് Marginal costing is a method of costing which calculate cost of producing additional unit. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കോസ്റ്റ് അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് പ്രൊഡക്ഷൻ ഓൺ പ്രീ ഡിറ്റർമൈൻഡ് ബഡ്ജറ്റ്. പ്രീ ഡിറ്റർമൈൻഡ് ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ Next, standard costing. It is a method of costing which calculate cost based on predetermined standards. മുൻകൂട്ടി തീരുമാനിച്ച സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബഡ്ജറ്ററി കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് ബഡ്ജറ്റ്. പ്രീ ഡിറ്റർമൈൻ ചെയ്ത ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്ററി കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പെൻസസ്. കഴിഞ്ഞുപോയ എക്സ്പെൻസസിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ്. ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഫോർ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഡയറക്ട്ലി യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽ നോട്ട് ഡയറക്ട്ലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അല്ലാതെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലേബർ. ലേബർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ലേബർ. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ലേബറുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് എക്സ്പെൻസസ് വരികയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് എക്സ്പെൻസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ്.
ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഓൺ ഗോയിങ് എക്സ്പെൻസസിനെയാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഈസ് ദി ബേസിക് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബേസിക് സബ്സ്റ്റൻസസ് ആണ്, പാർട്ടുകളാണ്. ആ പാർട്ടുകളെ നമ്മൾ എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ ഈസ് ദി ബേസിക് സബ്സ്റ്റൻസസ് ആണ് ദാറ്റ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്? ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. അടുത്തതാണ് സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ കോമ്പണൻസ്, ടൂൾസ്, പാറ്റേൺസ്, മെയിൻ്റനൻസ്, മെറ്റീരിയൽ, കൺസ്യൂമബിൾ സ്റ്റോർസ്, ഇതെല്ലാം ഉൾക്കൊണ്ടതിനെയാണ് സ്റ്റോർ എന്ന് പറയുന്നത്. അടുത്തത് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റോ മെറ്റീരിയൽ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആസ് വെൽ ആസ് ദി ഗുഡ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ സെയിൽസ്. ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും അത് സെയിൽസിന് അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനെയുമാണ് ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസിംഗ്, സ്റ്റോറിംഗ് ആൻഡ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതിന് അതിനെ ഒരു സിസ്റ്റമാറ്റിക് കൺട്രോൾ എന്ന് പറയാം. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും കൺസംഷൻ നടത്തുമ്പോഴും ഒക്കെയുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് കൺട്രോളിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബേസിക് സബ്സ്റ്റൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും കൺസംഷൻ നടത്തുമ്പോഴുമുള്ള അതിൻ്റെ സിസ്റ്റമാറ്റിക് കൺട്രോളിങ്ങിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. A system of records maintained by controlling department which reflects the physical movement of stock and their current situation. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. എ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് സെൻട്രലൈസ്ഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ യൂസ്ഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. എ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് സെൻട്രലൈസ്ഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ യൂസ്ഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. അടുത്തതാണ് മെറ്റീരിയൽ അബ്സ്ട്രാക്ട്. മെറ്റീരിയൽ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് ക്ലാസിഫൈ ദ റെക്കോർഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ റിട്ടേൺ ഓർ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ്. മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റിനെ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ് എന്നാണ് പറയുക. അതൊരു ഡോക്യുമെന്റ് ആണ്. അതെന്തൊക്കെയാണ്? അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസിൻ്റെ ഇഷ്യൂ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ചെയ്യുന്നത്. അടുത്തതാണ് മെറ്റീരിയൽ റിക്വസിഷൻ. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഓതറൈസിംഗ് ദ സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ മെറ്റീരിയൽ സ്റ്റേറ്റഡ് ദർ ഇൻ കൺസ്യൂമിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുമുള്ള ആ ഒരു സ്റ്റേറ്റഡ് മെറ്റീരിയൽ സ്റ്റോർ കീപ്പർ ഓതറൈസ് ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നോട്ട്. ഇറ്റ് ഈസ് എ റിപ്പോർട്ട് prepared by the inspection department after inspecting the material received. അപ്പോൾ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടാണ് മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോൾ. അടുത്തതാണ് പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ്. പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് എൻറ്റയർ സ്റ്റോക്ക് വൺസ് ഇൻ എ സ്പെസിഫിക് പീരീഡ്. അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ ആ ഒരു സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിനെയാണ് പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. ഇറ്റ് മീൻസ് സ്റ്റോക്ക് ടേക്കിംഗ് ഈസ് കണ്ടക്റ്റഡ് ഓൺ റെഗുലർ ബേസിസ്. കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബൈ എ ബയർ സെൻഡ് ടു സപ്ലയർ ഓർ വെൻഡർ ടു ഓതറൈസ് എ പർച്ചേസ്. ഒരു പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് ബയർ സപ്ലയർക്കോ അല്ലെങ്കിൽ വെൻഡർക്കോ കൊടുക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസ്. സെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ വെൻ ഓൾ ദ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ വൺ സ്പെസിഫൈഡ് ഡിപ്പാർട്ട്മെന്റ്. ഒരു പ്രത്യേക, അത് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വെൻ ഓൾ ദ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ വൺ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എല്ലാ പർച്ചേസസും നടത്തുകയാണെങ്കിൽ അതിനെ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നു. അടുത്തതാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. വെൻ പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ്ലി
ഇറ്റ് ഈസ് കോൾഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പർച്ചേസ് നടത്താത്തതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ദി ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൈം കോസ്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൈം കോസ്റ്റ് ഈസ് ദി ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത് EOQ അഥവാ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇപ്പൊ എക്കണോമിക് ക്വാണ്ടിറ്റി ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം എത്ര മെറ്റീരിയലിന് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നു. അടുത്തതാണ് ബിൻ കാർഡ് അഥവാ സ്റ്റോക്ക് കാർഡ്. ബിൻ കാർഡ് അഥവാ സ്റ്റോക്ക് കാർഡ്, ഇറ്റ് ഈസ് ദ റെക്കോർഡ് മെയിൻറ്റെയിൻഡ് അണ്ടർ ദ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ബൈ ദ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം പ്രകാരം സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് ബിൻ കാർഡ്. ഇറ്റ് ഷോ ദ ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ്. എത്ര മെറ്റീരിയൽ റിസീവ് ചെയ്തു, ഇഷ്യൂ ചെയ്തു, ബാലൻസ് ഉണ്ട്, ഇതിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെഡ്ജർ വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ദ പ്രൈസിംഗ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ആൻഡ് മണി വാല്യൂ അറ്റ് എനി ടൈം ഓഫ് ഈച്ച് ഐറ്റം ഓഫ് സ്റ്റോർ. അപ്പോൾ അതൊരു സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അതൊരു ലെഡ്ജറാണ്. മെറ്റീരിയലിന്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും എഴുതി വെക്കുക. അതൊരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക് ആണ്. ദാറ്റ് ഡിറ്റർമൈൻ വാല്യൂ ഓഫ് ഇൻവെന്ററി ഐറ്റം ബേസ്ഡ് ഓൺ ദെയർ ഇമ്പോർട്ടൻസ് ടു ബിസിനസ്. ഇൻവെന്ററി ഐറ്റത്തിന്റെ വാല്യൂ അതിന്റെ ബിസിനസ്സിലുള്ള ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് VED അനാലിസിസ്. VED അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക് ദാറ്റ് ക്ലാസിഫൈസ് ഇൻവെന്ററി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷണൽ ഇമ്പോർട്ടൻസ്. ഇൻവെന്ററിയുടെ ഫങ്ഷണൽ ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കിനെയാണ് VED അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് JIT അഥവാ ജസ്റ്റ് ഇൻ ടൈം. അതും ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കാണ്. whereby labor, material and goods are scheduled to arrive exactly when needed in the manufacturing process. ജസ്റ്റ് ഇൻ ടൈം. എപ്പോഴാണോ ഒരു ലേബർ അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഗുഡ്സ് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്തേക്ക് വേണ്ടി മാത്രം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കിനെയാണ് ജസ്റ്റ് ഇൻ ടൈം അഥവാ JIT എന്ന് പറയുന്നത്. അടുത്തതാണ് FSN അനാലിസിസ്. It is an inventory management technique that would classify goods according to their rate of consumption. ഓരോ ഗുഡ്സിൻ്റെയും റേറ്റ് ഓഫ് കൺസംഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കിനെയാണ് FSN അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റീ ഓർഡറിംഗ് ലെവൽ. ഏതെങ്കിലും ഒരു ലെവലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റീ ഓർഡറിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ it is that point of level of stock of material where the storekeeper start the process of initiating purchase requisition fresh supplies of the material. അതായത് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റോർ കീപ്പർ ആ ഒരു മെറ്റീരിയൽ സ്റ്റോക്ക് ലെവലിൻ്റെ ആ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ആ ഒരു പർച്ചേസ് റിക്വസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീ ഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്. അടുത്തതാണ് സേഫ്റ്റി ലോക്ക് ലെവൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിനിമം ലെവൽ. അതിനെ മിനിമം ലെവൽ എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വിച്ച് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഹാൻഡ് അറ്റ് ഓൾ ടൈംസ്. മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ മിനിമം ലെവൽ അഥവാ സേഫ്റ്റി ലെവൽ എന്ന് പറയുന്നത്. അടുത്തതാണ് മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഓഫ് സ്റ്റോക്ക് വിച്ച് ഷുഡ് ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി പീരീഡ് ഓഫ് ഇയർ. മാക്സിമം സ്റ്റോക്ക് ലെവലിനെയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡേഞ്ചർ ലെവൽ. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് സ്റ്റോക്ക് അറ്റ് വിച്ച് നോർമൽ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ആർ സ്റ്റോപ്ഡ് ആൻഡ് ഇഷ്യൂ ആർ മെയ്ഡ് ഓൺലി അണ്ടർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ. നോർമൽ ആ ഒരു മെറ്റീരിയലിന്റെ ഇഷ്യൂ നിർത്തി ആ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ലെവലിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മെറ്റീരിയൽ റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂ ഫസ്റ്റ്. ആദ്യം ലഭിക്കുന്ന മെറ്റീരിയലിനെ ആദ്യം ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ് ഫിഫോ. ലിഫോ എന്ന് പറഞ്ഞാൽ
മെറ്റീരിയൽ റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അവസാനം ലഭിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. അടുത്തതാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ. ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് കൺട്രോൾ മീൻസ് കൺട്രോൾ ഓവർ ദ കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ ലേബർ. ലേബറിന്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ. അടുത്തതാണ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വർക്ക് ആൻഡ് ലീവ് ടൈം. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുകയും അതുപോലെ വർക്ക് ചെയ്ത് പോവുകയും ചെയ്യുന്ന ആ ഒരു ടൈം റിപ്പോർട്ട് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് ടൈം കീപ്പിംഗ്. അടുത്തതാണ് ടൈം ബുക്കിംഗ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ വർക്കേഴ്സ് ഓൺ ഡിഫറെൻറ്റ് ജോബ്സ് ഓർ വർക്ക്. വ്യത്യസ്ത ജോബുകളിലോ വർക്കുകളിലോ ഒരു എംപ്ലോയി സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെറിറ്റ് റേറ്റിംഗ്. മെറിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലേബർ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്. ലേബർ കോസ്റ്റ് കൺട്രോളിനുള്ള ഒരു ടെക്നിക്കാണ് മെറിറ്റ് റേറ്റിംഗ്. ഇറ്റ് എയിംസ് അറ്റ് ഇവാലുവേറ്റിംഗ് ദ വർക്കേഴ്സ് ആക്ച്വലി പെർഫോമിംഗ് ദി ജോബ്. Then ideal time. There is a difference between time booked to different job or work orders and the recorded at the factory gate. This differences is known as ideal time. Ideal time ചോദിക്കാറുണ്ട്. അതായത് ഡിഫറെൻറ്റ് ജോബുകൾക്ക് ടൈം ബുക്ക് ചെയ്യുന്നതും ഫാക്ടറി ഗേറ്റിൽ റെക്കോർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടൈമിൻ്റെ ഡിഫറൻസിനെയാണ് ഐഡിയൽ ടൈം എന്ന് പറയാം. ഓവർ ടൈം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് പീരീഡ് ഇൻ എ ഡേ ഓർ വീക്ക്. അതായത് ഓവർ ടൈം ജോലി ചെയ്യുന്നതിനെയാണ് ഓവർ ടൈം എന്ന് പറയുന്നത്. അടുത്തത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ റെക്കോർഡിംഗ് ദി ടൈം ഓഫ് പെർഫോമിംഗ് എ സ്പെസിഫിക് ജോബ്. ഒരു സ്പെഷ്യൽ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു എന്ന് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തതാണ് മസ്റ്ററോൾ മെത്തേഡ്. അറ്റൻഡൻറ്റ് രജിസ്റ്റർ, അതിനെയാണ് അറ്റൻഡൻസ് രജിസ്റ്ററിനെയാണ് നമ്മൾ മസ്റ്ററോൾ എന്ന് പറയുന്നത്. റെക്കോർഡ് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ബൈ ദ ടൈം. ഇങ്ങനെ എഴുതിയാൽ മതി. മസ്റ്ററോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെക്കോർഡ് ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി ഏത് ടൈമിൽ വരുന്നു ഏത് ടൈമിൽ പോകുന്നു എന്ന് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിനെയാണ് മസ്റ്ററോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ടൈം വേജ് സിസ്റ്റം. ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് of wage payment, the workers is paid at an hourly, daily, weekly or monthly rate. വർക്കേഴ്സിന് മണിക്കൂറുകളുടെയോ അല്ലെങ്കിൽ ദിവസത്തിൻ്റെയോ ആഴ്ചകളുടെയോ അല്ലെങ്കിൽ മാസത്തിൻ്റെയോ റേറ്റിൽ കൂലി കൊടുക്കുന്നതിനെയാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് പീസ് റേറ്റ് വേജ് സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് എ ഫിക്സഡ് റേറ്റ് ഈസ് പെയ്ഡ് ഫോർ ഈച്ച് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തുന്നു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ ഒരു ഫിക്സഡ് റേറ്റ് വേജ് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് പീസ് റേറ്റ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ഹാസ്ലി പ്ലാൻ. അണ്ടർ ദിസ് മെത്തേഡ് വർക്കേഴ്സ് ഈസ് ഗിവൺ വേജസ് ഫോർ ആക്ച്വൽ ടൈം ടേക്കൺ ആൻഡ് ബോണസ് ഈക്വൽ ഹാഫ് ഓഫ് വേജ് ഫോർ ടൈം സേവ്ഡ്. അതായത് എത്ര ആക്ച്വൽ ടൈം വർക്ക് ചെയ്തു എന്നതിൻ്റെ കൂടെയും അതുപോലെ തന്നെ എത്ര ടൈം സേവ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വേജ് പ്ലാനാണ് ഹാൽസ്ലി പ്ലാൻ. അടുത്തതാണ് റോവൻ പ്ലാൻ. റോവൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൊപ്പോർഷൻ ഓഫ് വേജസ് ദ ടൈം ടേക്കൺ വിച്ച് ടൈം സേവ്ഡ് ബിയസ് ടു ദി സ്റ്റാൻഡേർഡ് ടൈം അലോഡ്. അതിലൊരു സ്റ്റാൻഡേർഡ് ടൈമും കാര്യങ്ങളും ഉണ്ടാവും. അടുത്തതാണ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അസസ്മെന്റ് ഓഫ് റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ് വിത്തിൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ജോബിൻ്റെ വർത്ത് എത്രത്തോളം ഉണ്ട് എന്ന് അസസ് ചെയ്യുന്നതിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് മിനിമം അക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ് പ്രോപ്പർലി. ഒരു ജോബ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹ്യൂമൻ ക്വാളിറ്റീസ്, എന്തെല്ലാം ഹ്യൂമൻ ക്വാളിറ്റീസ് വേണമെന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് MHR അഥവാ മെഷീൻ അവർ റേറ്റ്. ഇറ്റ് സിംപ്ലി മീൻസ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മെഷീൻ പെർ അവർ. ഒരു മെഷീൻ ഓരോ അവറിലും റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡുവൽ അവർ റേറ്റ്. ദിസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് ആൻഡ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്. ഡയറക്റ്റ് ലേബർ അവർ റേറ്റും മെഷീൻ അവർ റേറ്റും തമ്മിലുള്ള കോമ്പിനേഷനെയാണ് ഡുവൽ അവർ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ. ഇറ്റ് ഈസ് ആൻ ഓഫർ മെയ്ഡ് ബൈ എ പേഴ്സൺ ടു സപ്ലൈ സർട്ടൻ ഗുഡ്സ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്
ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫറാണ്. ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് പ്രൈസിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു ഓഫറിനെയാണ് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഓവർഹെഡ് കോസ്റ്റ് അഥവാ ഓൺ കോസ്റ്റ്. ഓൺ കോസ്റ്റ് മീൻസ് ഓവർഹെഡ് കോസ്റ്റ്. It is the indirect cost incurred in the factory, office and selling and distribution department. ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺ കോസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി allocation and apportionment of overhead to both production and service department directly or an agreed ratio or proportion. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അലൊക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്, ഓവർഹെഡിനെ അലൊക്കേറ്റ് ചെയ്യുകയും അപ്പോർഷൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ്. അടുത്തത് മാനുഫാക്ചറിങ് ഓവർഹെഡ്. മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഓപ്പറേറ്റിംഗ് ഓൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഓഫ് എ മാനുഫാക്ചറിങ് ബിസിനസ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ്, റിസർച്ച് കോസ്റ്റ് എല്ലാം ഉൾപ്പെട്ടതാണ്. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഫിക്സഡ് ഓവർഹെഡും വേരിയബിൾ ഓവർഹെഡും ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക. ദെൻ ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ജോബ്, വർക്ക് ഓർഡർ ഓർ പ്രോജക്ട് സെപ്പറേറ്റ്ലി. അടുത്തത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ where the work consists of separate job. Then കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കി വെക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്ന് നോക്കി വെക്കുക. വർക്ക് സർട്ടിഫൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തിലും വർക്ക് കഴിയാതെ അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ദ സെയിൽ വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആസ് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് ഈസ് കോൾഡ് വർക്ക് സർട്ടിഫൈഡ്. ആർക്കിടെക്ട് സർട്ടിഫൈ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സെയിലിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വർക്ക് വിച്ച് ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട് ബൈ ദ കോൺട്രാക്ടർ ബട്ട് ഹാസ് നോട്ട് ബീൻ സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട്. അതായത് വർക്ക് ഇപ്പോഴും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആർക്കിടെക്ട് എന്ത് ചെയ്തിട്ടില്ല, സർട്ടിഫൈ ചെയ്തിട്ടില്ല. അടുത്തതാണ് റിറ്റൻഷൻ മണി. ദ അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഓർ ദി എമൗണ്ട് ഹെൽഡ് ബാക്ക് ഓർ റിറ്റൈൻഡ് ബൈ ദി കോൺട്രാക്ടി ഈസ് നോൺ ആസ് റിറ്റൻഷൻ മണി. ഇപ്പൊ റിറ്റൻഷൻ മണി എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ്. ദെൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. നോർമൽ പ്രോസസ് ലോസ്. നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ ദിസ് ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറന്റ് നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലോസിനെയാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്നാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ദെൻ അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർ നോർമൽ ഔട്ട്പുട്ട്. ദെൻ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് വേരിയസ് കോമ്പണന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടോട്ടൽ കോസ്റ്റിന്റെ വേരിയസ് കോമ്പണൻസ് ആണ് കാണിക്കുക. അടുത്തതാണ് ബഡ്ജറ്റ്. എ ഫിനാൻഷ്യൽ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എ ഫിനാൻഷ്യൽ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് ബഡ്ജറ്റ്. അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബഡ്ജറ്റിംഗ്. എ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഈസ് കോൾഡ് ബഡ്ജറ്റിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ബഡ്ജറ്റ് മാനുവൽ ഒന്ന് പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ഗൈഡ്സ് ദ എക്സിക്യൂട്ടീവ്സ് ഇൻ പ്രിപ്പയറിംഗ് വേരിയസ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുക. ബഡ്ജറ്റ് പീരീഡ് ഉണ്ട്, പിന്നെ ആ ലോങ് ടേം ബഡ്ജറ്റ്, ഷോർട്ട്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. PDF, ഫങ്ഷണൽ ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ZBB ആണ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതിൽ തന്നെ
അനാലിസിസ് ഓഫ് വേരിയൻസ് അഥവാ വേരിയൻസ് ചോദിക്കാറുണ്ട്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് കമ്പയറബിൾ ആക്ച്വൽ കോസ്റ്റ്. ഇത്രയും ഓർത്താൽ മതി. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അതിൽ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലേബർ കോസ്റ്റും സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ബേസിക് സ്റ്റാൻഡേർഡ്, കറണ്ട് സ്റ്റാൻഡേർഡ്. ബേസിക് സ്റ്റാൻഡേർഡും അതുപോലെ കറണ്ട് സ്റ്റാൻഡേർഡും എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡും പഠിച്ചു വെക്കുക, നോർമൽ സ്റ്റാൻഡേർഡും. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചോദിക്കാറുണ്ട്, ഷട്ട് ഡൗൺ കോസ്റ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കാഷ്വൽ വർക്കേഴ്സ്. കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം അല്ലെങ്കിൽ ടെമ്പററി എംപ്ലോയീസിനെയാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ മൊഡ്യൂളും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.